ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോട്ടയം ജില്ലയിലെ ബാറുകളുടെ പ്രവർത്തനത്തെ വിമർശിച്ച എക്സൈസ് മന്ത്രി. വിമുക്തി ഉദ്യോഗസ്ഥർക്കായി വിളിച്ച യോഗത്തിലാണ് മന്ത്രിയുടെ വിമർശനം. മറ്റു ജില്ലകളിലെ സമയക്രമം കോട്ടയത്ത് ബാധകമല്ല എന്നും രാവിലെ 7 മണി മുതൽ ജില്ലയിൽ പലയിടത്തും ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി. കോട്ടയം ജില്ലയിൽ മാത്രമേ ഈ സവിശേഷ സാഹചര്യം തുടരേണ്ട കാര്യമില്ല എന്നും എം ലിജു യോഗത്തിൽ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ വ്യാപകമായ കള്ളമാറ്റ് തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഗോപാൽ ശീല സനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, അങ്ങനെ കോട്ടയം ജില്ല ഒറ്റയ്ക്ക് മധ്യ കേരളമാകണ്ട എന്നാണോ? തീർച്ചയായിട്ടും മാധു, ഇന്നലെ ഈ വിമുക്തി ഓഫീസേഴ്സിന്റെ യോഗം ചേർന്നതിന് തൊട്ട് മുൻപായി തന്നെ നടന്ന പൊതുപരിപാടിയിൽ എക്സൈസ് മന്ത്രി എക്സൈസ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതിനുശേഷം നടന്ന യോഗത്തിലാണ് ഓരോ ജില്ലയിലെയും ഉദ്യോഗസ്ഥരെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം മന്ത്രി മുന്നോട്ട് വെച്ചത്. അത് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും സൂചിപ്പിക്കാനുള്ള കാര്യം, കോട്ടയം ജില്ലയിലെ ബാറുകൾ മറ്റ് ജില്ലകളിലെ സമയക്രമം പാലിച്ചല്ല പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് മൊത്തം ബാധകമായ സമയക്രമം കോട്ടയം ജില്ലയിൽ ബാധകമല്ലാത്തതുപോലെയാണ് അവിടുത്തെ പ്രവർത്തനം. പലയിടത്തും 5:30-ക്കും രാവിലെ 7 മണിക്കുമൊക്കെയാണ് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ അതിൽ മുൻ എക്സൈസ് മന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്നും അദ്ദേഹം പാലക്കാട്ടുകാരനാണ് എന്നും നല്ല വ്യക്തിയാണ് എന്നും അദ്ദേഹത്തെ പഠിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ കോട്ടയം ജില്ലയിൽ ഇതിനു വേണ്ടിയുള്ള അനുമതി ആര് എപ്പോൾ എങ്ങനെ കൊടുത്തു എന്ന ചോദ്യം അദ്ദേഹം ഈ യോഗത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരോട് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ സ്ഥിതി ഇനി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ തുടരേണ്ട സവിശേഷ സാഹചര്യം ഒന്നുമില്ല എന്നും അടിയന്തരമായി അതിൽ കൃത്യമായി ഇടപെടണമെന്നുമുള്ള നിർദ്ദേശം എക്സൈസ് കമ്മീഷണർക്ക് യോഗത്തിൽ മന്ത്രി നൽകുകയുണ്ടായി. കൂടാതെ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ച് വ്യാപകമായി കള്ളമാറ്റ് ചാരായം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ തുടരുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം. കള്ളമാറ്റ് വ്യാപാരം, കള്ളമാറ്റ് ഉൽപ്പാദനം ഒന്നും തന്നെ വെച്ചുപുറപ്പിക്കാൻ സാധിക്കുകയില്ല. അതിൽ കൃത്യമായ നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ സ്വയം പര്യാപ്തമായ ഷാപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, അത് എത്രയാണ് എന്ന തരത്തിലുള്ള യാതൊരുവിധ കണക്കുകളും സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന്റെ കീഴിലില്ല. സ്വയം പര്യാപ്തമായ ഷാപ്പുകൾ എന്ന് പറയുന്നത് സ്വന്തം കീഴിൽ, അതായത് ലൈസൻസ് പ്രകാരം സ്വയം ചെത്താൻ കഴിയുന്ന പനകളും തെങ്ങുകളുമുള്ള ഷാപ്പുകൾ. അതുകൊണ്ട് തന്നെ പാലക്കാട് അടക്കം എല്ലാ ജില്ലകളിലും സ്വയം പര്യാപ്തമായ ഷാപ്പുകൾ എത്ര, അല്ലാത്തവ എത്ര, പുറത്തുനിന്ന് കള്ളെത്തിച്ച് വ്യാപാരം നടത്തുന്ന ഷാപ്പുകൾ എത്ര എന്നതിന്റെ കണക്ക് നൽകുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി. കർശനമായ നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി നൽകുന്നത്. ഒന്ന്, ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ചില ആനുകൂല്യങ്ങളൊക്കെ നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ 5 മണിക്കൊക്കെ ബാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും നടപ്പില്ല എന്ന് എക്സൈസ് മന്ത്രി എം ലിജു വ്യക്തമാക്കുകയാണ്. അതിനിടയിലാണ് കോട്ടയം ജില്ലയിലെയും സമയക്രമം സംബന്ധിച്ചുള്ള കാര്യത്തിൽ കർശന നിർദ്ദേശം ഉണ്ടാകും എന്ന വ്യക്തത വരുത്തുന്നത്.